തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ LDFിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഗ്രാമീണ മേഖലയിലും തരംഗമാകുന്നു. ഇതിനകം തന്നെ പ്രചാരണത്തിൽ വൻ മുന്നേറ്റമാണ് LDF തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ VPP മുസ്തഫയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും ഒരുക്കിയത്. മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വൻ സ്വീകരണം ഇടതുപക്ഷ ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. വികസന തുടർച്ചയും ഭരണ നേട്ടങ്ങളും രാഷ്ട്രീയ നിലപാടുകളും മുൻനിർത്തിയാണ് VPP മുസ്തഫ വോട്ട് തേടുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ തടിച്ചുകൂടുന്ന ജനങ്ങളുടെ ആവേശം തനിക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നതെന്ന് VPP മുസ്തഫ പ്രതികരിച്ചു. വളരെ ആവേശകരമായ സ്വീകരണങ്ങളാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കടന്നു ചെല്ലുന്ന പ്രദേശങ്ങളിലെല്ലാം ലഭിക്കുന്നത്. രാവിലെയെന്നോ രാത്രിയെന്നോ ഭേദമില്ലാതെ ഈ നല്ല ചൂടുള്ള സമയത്ത് പോലും ആളുകൾ സ്ഥാനാർത്ഥിയെ കാണാൻ സ്വീകരിക്കാൻ വളരെ താല്പര്യപൂർവ്വം വരികയാണ്. അതെല്ലാം വലിയ പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. യഥാർത്ഥത്തിൽ ഈ ചൂടൊക്കെ സ്ഥാനാർത്ഥിയെ ക്ഷീണിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ക്ഷീണം അനുഭവപ്പെടാത്തതിന് കാരണം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയ പ്രോത്സാഹനവും പിന്തുണയുമാണ്. തീർച്ചയായിട്ടും അത് ഇനിയുള്ള ദിവസങ്ങളിലും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വലിയ ഊർജ്ജമാണ് നൽകുന്നത്. UDF സ്ഥാനാർത്ഥിയായി സന്ദീപ് വാര്യർ എത്തിയതോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമായി തൃക്കരിപ്പൂർ മാറിയിരിക്കുകയാണ്. എങ്കിലും മണ്ഡലത്തിലെ ജനത എന്നും ഇടതുപക്ഷാശയങ്ങളെ നെഞ്ചിലേറ്റിയ ചരിത്രമാണുള്ളത്. ആ ചരിത്രം ഇത്തവണയും ആവർത്തിക്കുമെന്നും VPP മുസ്തഫ പറഞ്ഞു. വ്യക്തികളല്ലല്ലോ ഇവിടെ പ്രധാനം. സ്വാഭാവികമായിട്ടും മത്സരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ്, UDFും LDFും തമ്മിലാണ്. അതിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലാണ് വോട്ടാവുക. ഇവിടെ ഇതിനേക്കാൾ താരമൂല്യമുള്ള ഈ നാട്ടുകാരായ ആളുകൾ UDFിന് വേണ്ടി മത്സരിച്ചതാണ്. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ, എന്ത് താരമൂല്യമാണ് അദ്ദേഹത്തിന് കുറവുണ്ടായിരുന്നത്? DCC പ്രസിഡന്റ്, ഉദുമ MLA, യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ നേതാവ്, നമ്മുടെ ഈ തൃക്കരിപ്പൂർ മണ്ഡലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ. അതെല്ലാം വെച്ചുകൊണ്ടാണ് KP കുഞ്ഞിക്കണ്ണനെ പോലുള്ള ആളുകൾ. AV വാമനകുമാർ വലിയ അക്കാലത്ത് നല്ല താരമൂല്യമുള്ള ആളായിരുന്നല്ലോ. കേരളമാകെ അറിയപ്പെടുന്ന ഒരു ട്രെയിനറൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹം. അതുകൊണ്ട് താരമൂല്യം എന്നുള്ളതിന് വേറെ എന്തെങ്കിലും പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. ആളുകൾ ഇരു മുന്നണികളും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ വിലയിരുത്തിയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള ഈ മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഇനി ഈ 5 വർഷം മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ കുറെ കൂടി ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ്. ആ നിലയിലുള്ള പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. VPPയുടെ പ്രാദേശിക ബന്ധങ്ങളും പാർട്ടിയുടെ സംഘടനാ കരുത്തും വോട്ടായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.